ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അവൻ ഒരിക്കലും അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചില്ല, അല്ലെ? സഹനമേറ്റെടുത്തത്, തന്റെ അവസാന തുള്ളി രക്തം വരെ ഈശോ ചിന്തിയത് ഈ ഭൂമിയില് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് നമ്മൾ മറന്നു പോകുന്നതും ഈ ഒരു കാര്യമാണ്. എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവമഹത്വത്തിനായിട്ട് എൻ്റെ ജീവിതത്തില് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം. പക്ഷെ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് നെട്ടോട്ട് ഓടുകയല്ലേ? മനുഷ്യന് ഇഷ്ടമുള്ളത് പലരെയും പ്രീതിപ്പെടുത്താനായിട്ടുള്ള ഓട്ടമായിട്ട് നമ്മുടെ ജീവിതം മാറി. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടോ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും. വലിയൊരു പരാജയം ഇത്. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ വീണു പോകും, നിരാശയിലേക്ക് വീഴുകയാണ്. ഒത്തിരിയേറെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നന്മകൾ ചെയ്തിട്ടും അവൻ എന്നോട് മിണ്ടിയില്ല എങ്കിൽ, അവൻ എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറിയില്ല എങ്കിൽ ജീവിതത്തില് നിരാശയിലേക്ക് നമ്മൾ വീണു പോവുകയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് നീ ആഗ്രഹിക്കരുത്. അതിനായിട്ട് നീ ഭൂമിയിൽ എത്ര നന്മകൾ ചെയ്താലും ആ നന്മ ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല. മറിച്ച് നീ നന്മ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാവണം? മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല, മറിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട്, ദൈവമഹത്വത്തിനായിട്ട് നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മ ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടും. ദൈവസന്നിധിയിൽ നിനക്ക് വിലയുണ്ടാവും. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചേ, ഞാൻ ആരെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക? ദൈവമഹത്വത്തിനായിട്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം. സ്വാർത്ഥത വെടിയുന്നവന് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഈശോയുടെ ജീവിതവും അതാണ് നമുക്ക് കാണിച്ചു തരിക. ഈ ഭൂമിയിൽ എല്ലാം അവൻ ചെയ്തത് ദൈവത്തിന് വേണ്ടിയാ, പിതാവായ ദൈവത്തിന് വേണ്ടി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോയെ പോലെ ഈ ഭൂമിയിൽ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് ദൈവ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.